സന്ധ്യകളെ ഉപാസിക്കുക എന്നത് ബ്രാഹ്മണന്റെ മാത്രം ധർമ്മമൊന്നുമല്ല കേട്ടോ. പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇത് നമ്പൂരിക്ക് മാത്രമല്ല, എല്ലാ വിഭാഗത്തിനുണ്ട് ഈശ്വരാരാധന. സന്ധ്യാസമയങ്ങളിൽ നാമം ജപിക്കുന്ന കുടുംബങ്ങൾ തന്നെ ആയിരുന്നു ഒട്ടുമിക്കത്. പക്ഷെ ഇന്ന് അതൊക്കെ മാറി ആ കൾച്ചറേ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് പഴയ കാലഘട്ടത്തിൽ ഒരുപാട് എന്തുണ്ടായിരുന്നു, ഭയമുണ്ടായിരുന്നു. സമൂഹത്തിനായാലും ശരി, ജാതിയായാലും മതമായാലും അതിൻ്റെയൊക്കെ ഒരു കെട്ടുറപ്പ് നമുക്കുണ്ടായിരുന്നു. ഇന്ന് ആ കെട്ടുറപ്പ് മുഴുവനും നഷ്ടപ്പെട്ടു. നിങ്ങൾ ഇന്ന് എന്ത് ചെയ്താലും ഒരാൾ അച്ഛനും അമ്മയും പോലും ചോദിക്കൂല. ഏറ്റവും വലിയ അപകടം ഇത് നമ്മൾ ചിന്തിക്കുന്നത് എന്താ അറിയോ, സ്വാതന്ത്ര്യമല്ലേ എന്നാണ്. സ്വാതന്ത്ര്യമല്ല. ഏറ്റവും നോക്കൂ, നമ്മൾക്ക് നിയന്ത്രിക്കാൻ ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൽ പരം ഭാഗ്യം വേറുന്നില്ല. കാരണം എന്താ, മനസ്സിനെന്താ ആഗ്രഹം? ഒരാള് ഈശ്വരനോട് പ്രാർത്ഥിക്കുക, മനോരഥോ മജീയോയം സഫല സർവഥാത്വയാ. എന്താ പ്രാർത്ഥിച്ചാൽ അറിയോ, ഭഗവാനെ എൻ്റെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചാണ്. എന്നോട് ചോദിക്കണം, അത് ചോദിക്കൊന്നും വേണ്ട. എൻ്റെ മനസ്സിൽ എന്താഗ്രഹം ഉണ്ടായാലും സങ്കല്പങ്ങൾ, എൻ്റെ സങ്കല്പങ്ങൾ മുഴുവൻ, മനോരഥം എന്ന് പറഞ്ഞാൽ സങ്കല്പങ്ങൾ മുഴുവനും ഭഗവാനെ പൂർത്തീകരിച്ച് തരണം, അത് നടപ്പിലാക്കി തരണം. ഭഗവാൻ പറഞ്ഞു, എന്നാ ഇങ്ങനെ ആയിക്കോട്ടെ, നിന്റെ ആഗ്രഹങ്ങൾ മുഴുവൻ നടക്കും. ഇപ്പം ഇവിടെ സംശയേ, ആഗ്രഹം മുഴുവൻ നടക്കുമോ? നടക്കും. ഒരു മണ്ണിൻ്റെ കഷ്ണം എടുത്തിട്ട് പറഞ്ഞു, ഇത് സ്വർണ്ണമാകട്ടെ, ഇതാ സ്വർണ്ണമായി. നല്ല ഐഡിയ അല്ലേ? ആഗ്രഹിക്കുന്ന മുഴുവൻ നടക്കുകയാണ്. ഇത്രയും വലിയ മഹാഭാഗ്യം വേറെയുണ്ടോ? ഒരു കുഴപ്പമില്ല. അവനങ്ങനെ നടന്നു. ഒരു തവണ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു ചെറിയ ആൾത്താമസമില്ലാത്ത ഒരു പ്രദേശത്തുകൂടെ കടന്നു പോകണം. അങ്ങനെ കടന്നു പോകുമ്പോഴെന്താണെന്നറിയോ, ഇവൻ്റെ ഉള്ളിൽ പേടി തുടങ്ങി കഴിഞ്ഞപ്പോൾ അഥവാ ആനയായിട്ട് വരുമോ, ആന വന്നാൽ അഥവാ എന്നെ ചവിട്ടില്ലേ, ആന വരുന്നു, അവന് ചവിട്ടുന്നു. കാരണം എന്താ, ഇവൻ സങ്കല്പിച്ചത് മുഴുവൻ നടക്കുകയാണ്. ഇതാ അപകടം. മനസ്സ് നല്ലതേ സങ്കല്പിക്കുന്ന ആർക്ക് പറയാൻ പറ്റും? അപ്പം നല്ലത് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളുടെ ആഗ്രഹങ്ങൾ മുഴുവൻ നടക്കണം എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. എന്താണോ എനിക്ക് ഹിതമായിട്ടുള്ളത് അത് നടക്കണം, അങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്. അല്ലെങ്കിൽ എന്താ, നമുക്ക് തന്നെ നമ്മളുടെ ചിന്തകൾ പോലും നമുക്ക് തന്നെ വിഘാതമായിട്ട് തീരും. അപ്പം നമ്മൾ തന്നെ സ്വയം ഒരു സംരക്ഷണ വലയം ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ നശിച്ചു പോകും. സ്വയം ഒരു തീരുമാനം എടുക്കുക, ഞാൻ ഇന്നതേ കഴിക്കൂ, ഞാൻ ഇന്നതേ ചെയ്യൂ. ഒരു സ്വാമി ഉണ്ടല്ലോ, ഞാൻ പരിചയപ്പെട്ട ഒരു ബാംഗ്ലൂരിലൊരു സ്വാമിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വ്രതം എന്താണെന്നറിയോ? ഒരു വ്രതമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയതേ കഴിക്കൂ. ഇത്രയും നല്ലൊരു വ്രതം വേറെ ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയതേ ഞാൻ കഴിക്കുള്ളൂ എന്ന് അദ്ദേഹം തീരുമാനിക്കുമ്പോൾ ഹോട്ടലിൽ കയറുമോ? കയറില്ല. മായുള്ളതും, കാരണം ഞാൻ ഉണ്ടാക്കിയ മായ ഇല്ലാത്തതേ ഞാൻ ഉണ്ടാക്കുള്ളൂ എന്ന് തീരുമാനിച്ചെന്ത് ചെയ്യും? 40 വർഷമായി അദ്ദേഹം കൊണ്ടു നടക്കുന്നു. അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സ്ഥലത്തേ പോകണ്ടു. ഞാൻ അങ്ങനെയുള്ള സ്ഥലത്തേ പോകുന്നുള്ളൂ. ലോകം മുഴുവൻ ഇങ്ങനെ ചുറ്റിക്കടങ്ങുന്ന നിർബന്ധം. അപ്പം നമുക്ക് നമ്മളായിട്ട് ചില ചിട്ടകൾ, ചില അതിരുകൾ നിശ്ചയിക്കുക. അങ്ങനെ നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ തളർന്നു പോവും. കാരണം നിയന്ത്രിക്കാൻ ഈ ഗവൺമെൻറ് ഉണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിലും അതൊക്കെ സ്വാർത്ഥപരമാണ്. അത് അന്നും എന്നും അങ്ങനെയാണ്, സ്വാർത്ഥപരമാണ്. എന്താ കാരണം എന്നറിയോ? നമ്മൾ ചിന്തിക്കുക, ഇന്ന് മാത്രമാണ് ഈ ഗവൺമെൻറ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അങ്ങനെയൊന്നല്ല. ഏത് കാലഘട്ടത്തിലും നെല്ലും പണവും കുമിഞ്ഞവർക്ക് കൊല്ലും കൊലയും കുലാധികാരം ഉള്ളൊരു വെറുതെ എന്നല്ല പറഞ്ഞത്. നെല്ലും പണമൊക്കെ ഉള്ളവന് തോന്നുന്നത് പോലെയാണ് എല്ലാ കാലത്തും ജീവിച്ചിട്ടുള്ളത്. നമ്മൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ദശരഥൻ്റെ കഥ. ദശരഥൻ കൈകേയി ക്രോധാലയത്തിൽ പോവുക. ഈ ക്രോധാലയത്തിലേക്ക് പോയിട്ടുള്ള കൈകേയിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ധർമ്മത്തിൻ്റെ പ്രതീകമാണ് ദശരഥൻ. ആ ദശരഥൻ പറയണത് എന്താ അറിയോ? വധ്യനെ ഞാൻ അവധ്യനാക്കിയിടാം.
അല്ലേ? നോക്കൂ, ആരെങ്കിലും ഞാൻ കൊലക്കുറ്റത്തിന് നിന്റെ ഇഷ്ടമല്ലാത്ത ഒരാൾക്ക്, നിനക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് ഞാൻ വധശിക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഇല്ലാണ്ടാക്കാം. പിന്നെയോ അവധ്യനെ ഞാൻ വധ്യനാക്കിയിടാം. ഇനി ഇഷ്ടപ്പെടാത്ത ഒരാളാണ് എങ്കിൽ അയാളെ കൊല്ലണോ? ഞാൻ കൊല്ലാം. നോക്കൂ, രാജാധികാരത്തിൻ്റെ ഒരു 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 വലിയ ചിത്രമാണ് നമ്മുടെ മുന്നിൽ തരുന്നത്. ഏത് കാലത്തും ഇങ്ങനെയാ. നമ്മൾ ഈ കാലത്തിന് മാത്രം ഇത്ര വലിയ പക്ഷെ ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാം. പക്ഷേ ഞാൻ ഒരു പ്രഭാഷണത്തിലാണ് അങ്ങോട്ട്. ശരി ശരി. അപ്പോൾ നോക്കൂ, അധികാരത്തിനേക്കുള്ള നമ്മൾ ആശ്രയിച്ചിട്ട് ജീവിക്കാന്നുണ്ടെങ്കിൽ നമ്മൾ വിട്ടുപോകും. നമുക്ക് നമ്മളുടേതായ ഒരു 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 ചട്ടക്കൂട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ അറിയോ? നിങ്ങൾ ഇന്ന രീതിയിലേ സംസാരിക്കൂ, ഇന്ന രീതിയിലേ ഞാൻ ഭക്ഷണം കഴിക്കൂ, ഇന്ന് എവിടെയൊക്കെ പോകണമെന്നുണ്ടോ അവിടെയൊക്കെ ഞാൻ പോകും എന്ന് സ്വയം നിങ്ങൾക്ക് തീരുമാനിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. മക്കൾ രക്ഷപ്പെടുകയോ ഇല്ലയോ എന്നുള്ളത് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഒരു പ്രഭാഷണത്തിലാണ്, അങ്ങോട്ട് വിളിക്കാം. പിന്നെ മക്കള് രക്ഷപ്പെടുകയോ ഇല്ലയോ അതൊന്നും നമ്മൾ നോക്കണ്ട. കാരണം അതുകൊണ്ടാണ് സത്സംഗം കൊണ്ട് നിങ്ങൾ എന്താ ആഗ്രഹിക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താ നിങ്ങൾ നേടേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ, കുടുംബത്തിനെ രക്ഷിക്കണോ, മക്കളെ രക്ഷിക്കണോ, ഭാര്യനെ രക്ഷിക്കണോ, ഭർത്താവിനെ രക്ഷിക്കണോ എന്നല്ല, നിങ്ങളെ രക്ഷിക്കണം. സത്സംഗാൽ ശനകേ സംഘം. ഇതുപോലുള്ള കുറച്ച് സമയം കിട്ടുമ്പോഴൊക്കെ നമുക്ക് ജീവിതത്തിൽ ഉപകരിക്കുന്ന പുസ്തകങ്ങൾ വായിക്കുക. അത് വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, വായിച്ചിട്ട് നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അർത്ഥം മനസ്സിലാവുന്ന ആൾക്കാർ പറഞ്ഞു തരുന്ന പ്രഭാഷണങ്ങൾ കേൾക്കുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാവർക്കും ഒരാളുടെ പ്രഭാഷണമാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ അറിയോ? ഓരോരുത്തർ പറയുന്ന രീതിയായിരിക്കും ഇഷ്ടമുണ്ടാവുക. ചിലർക്ക് ഇംഗ്ലീഷ് എന്ന ഭാഷയിൽ പറയുമ്പോഴായിരിക്കും താല്പര്യം ഉണ്ടാവുക, ചിലർക്ക് മലയാളത്തിലായിരിക്കും, ചിലർക്ക് തമിഴായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഏറ്റവും അട്രാക്റ്റ് ചെയ്യുന്ന ശബ്ദം ഏതാണോ ആ ശബ്ദത്തിൻ്റെ ഉടമ, അല്ലെങ്കിൽ ആ ശബ്ദത്തിൽ നിങ്ങൾക്ക് ആകർഷണീയത തോന്നുന്ന വ്യക്തികളുടെ പ്രഭാഷണം ഒഴിവ് സമയങ്ങളിൽ കേൾക്കുക. അങ്ങനെ കേൾക്കുമ്പോഴെന്താ ഗുണം എന്നറിയോ? നിങ്ങളുടെ മനസ്സ് ഏതെങ്കിലും തരത്തിൽ വികാരത്തിന് അഡിക്റ്റ് ആവുന്നുണ്ടെങ്കിൽ പിന്നെ കേൾക്കരുത്. സജ്ജനങ്ങളുടെ വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ 3 കാര്യങ്ങളെ ഏറ്റവും നല്ലതായിട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ആശ്രയിക്കേണ്ടതായിട്ടുള്ളൂ. ഒന്ന്, നിലാവ്. ലോകത്തിലെ സകല വെളിച്ചത്തിനും പ്രകാശത്തിനും അതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ചൂടാണ്, അല്ലേ? വെളിച്ചത്തിൻ്റെ സ്വഭാവം ചൂടാണ്, അഗ്നിയുടെ സ്വഭാവം എന്ന് പറയുന്നത് ചൂടാണ്. പക്ഷെ നിലാവ് എപ്പോഴെങ്കിലും ചൂടാവുമോ? ലോകത്തിൽ ഒരിക്കലും ചൂടാവാത്തതാണ് നിലാവ് എന്ന് മാത്രമല്ല, തണുപ്പുള്ളതാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഏത് വെളിച്ചവും ഒരു ഇൻഡിക്കേറ്റർ പോലും, നിങ്ങൾ പറയുന്ന ടോർച്ച് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ഇല്ലേ, ഇൻഡിക്കേറ്ററിൻ്റെ മുകളിൽ നിങ്ങളിങ്ങനെ കൈവെക്കുക. ഒരു 10 മിനിറ്റ് വെക്കുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ ചെറുതായിട്ട് ചൂടടിക്കും, അല്ലേ? ചെറുതായിട്ട് ചൂടടിക്കും. നോക്കൂ, ആ ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റിന് പോലും ചൂടാണ്, താപമാണ് പ്രകാശത്തിൻ്റെ അല്ലെങ്കിൽ അഗ്നിയുടെ സ്വഭാവം. പക്ഷേ അതേ പ്രകാശം തന്നെ നിലാവാണ് എങ്കിൽ ഒരു ചൂടും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, തണുപ്പുണ്ടാവുകയും ചെയ്യും. മാത്രമല്ല, നോക്കൂ, നല്ല ടെൻഷൻ നിങ്ങൾക്കുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ നിലാവത്ത് പോയിരിക്കുക, നല്ല നിലാവ് കിട്ടുന്ന സ്ഥലത്ത് പോയിട്ടിരിക്കുക. ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കുണ്ടല്ലോ നിങ്ങളുടെ ടെൻഷനെല്ലാം പോയിട്ടുണ്ട്, മനസ്സിനെന്തോ ഒരു കുളിർമ കിട്ടും. അതുകൊണ്ട് നിലാവ് കഴിയുന്നത്ര കൊള്ളാൻ ശ്രമിക്കണം. ആയുർവേദത്തിലൊക്കെ നിലാവിൽ ഉണക്കിയിട്ടുള്ള ചില മരുന്നുകളുണ്ട്. ആയുർവേദം അറിയുന്ന വൈദ്യന്മാരോടൊക്കെ ചോദിക്കുക. പഴയ കാലത്ത് നിലാവിൽ ഉണക്കിയ മരുന്ന് ചെടികളൊക്കെ ഉണ്ട് ചില രോഗങ്ങൾക്ക്. അതുപോലെ മറ്റൊന്നാണ് ചന്ദനം.
കളഭല്ല, ചന്ദനം. ഒറിജിനൽ ചന്ദനമാണെങ്കിൽ നിങ്ങൾ നെറ്റിയിൽ തൊട്ടാലുണ്ടല്ലോ തണുപ്പുള്ളിലേക്ക് പോകും. ഒരു സംശയവുമില്ല. ചന്ദനത്തിൻ്റെ അത് ചന്ദനമാണ്. അഖിലല്ല ഞാൻ പറയണത്. അഖില് ഇപ്പം ചന്ദനം എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന കുറേ, എൻ്റെ വീട്ടിൽ ചന്ദനമുണ്ട്, മറ്റേ വീട്ടിൽ ചന്ദനമുണ്ട്, അതെല്ലാം അഖിലാണ്. അഖിൽ അതും ചന്ദനം തന്നെ, പക്ഷേ അഖിൽ ചന്ദനം എന്നാണ് പറയുക. അഖിലെന്ന് പറഞ്ഞാൽ അഷ്ടഗന്ധത്തിൽ ചന്ദനത്തിന് പകരം ഉപയോഗിക്കുന്നതല്ല, ചന്ദനം പോലെ വേറൊന്നാണ് അഖില്. അഖിലല്ല ഉദ്ദേശിക്കുന്നത്. ഒറിജിനൽ ചന്ദനം എന്ന് പറയുന്നത് തണുപ്പുള്ളതാണ്. അത് തൊട്ട് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ഇങ്ങനെ സുഖം. അതുകൊണ്ടാണ് കളഭം കൊണ്ട് അഭിഷേകം ചെയ്യണമെന്ന് പറയുന്നത്. കളഭം എന്ന് പറയുന്നത് എന്താ? ചന്ദനാണ്. ചന്ദനം ഒരു കൂട്ടിയിട്ട് അരയ്ക്കുക. ഗോരോചനവും ഒക്കെ തന്നെ ചേർത്തിട്ട് അരയ്ക്കുമ്പോഴാണ് അത്, കുങ്കുമവും ഗോരോചനവും ഒക്കെ ചേർത്ത് അരയ്ക്കുമ്പോഴാണ് അത് കളഭായി മാറുന്നത്. ആ കളഭം കൊണ്ട് ദേവന് അഭിഷേകം ചെയ്യണം. അതും തണുപ്പിക്കുന്നതാണ്. ശരീരത്തിന് മുഴുവൻ തണുപ്പിക്കുക എന്ന് പറഞ്ഞാൽ ശാന്തതയിലേക്ക് വരുത്തുക. മൂന്നാമത്തേതാണ് സജ്ജനങ്ങളുടെ വാക്ക്. ഈ സജ്ജനങ്ങളുടെ വാക്ക് എങ്ങനെയാണ് നമുക്ക് ഒരു നല്ലതാണോ ചീത്തയാണോ എന്നറിയാം. നമുക്ക് പലപ്പോഴും സംശയം വരും ഇല്ലേ? ഒരാൾ പറയണത് ഇതെങ്ങനെ, ഇത് ശരിയാണോ തെറ്റാണോ എന്നാണെങ്കിൽ അവിടെയാണ് നിർവ്യാജ ശാന്താത്മന. നിർവ്യാജ ശാന്താത്മന എന്ന് പറഞ്ഞാൽ ഒരു മോട്ടീവും ഉണ്ടാവരുത്. ഞാനിവിടുന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു മോട്ടീവ് വെച്ചിട്ടാണ് നിങ്ങളെയൊക്കെ കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ എന്തെങ്കിലുമൊക്കെ തരത്തിലേക്ക് മാറ്റിയെടുക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് പറയുന്നത് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാനും തോന്നില്ല. ഞാൻ പറയുമ്പോഴും എൻ്റെ ഉള്ളിൽ ആ ഒരു സങ്കല്പം എപ്പോഴും ഉണ്ടാവും. അതൊന്നും ഇല്ലാതെ കണ്ട് നോക്കൂ. ഋഷികൾ, ശങ്കരാചാര്യർ, സനന്ദനൻ എന്ന് പറയുന്ന തൻ്റെ ആദ്യത്തെ ശിഷ്യൻ വന്നിട്ട് ഈ ശങ്കരാചാര്യരോട് പറയാണ്, ഭീതോസ്മി, ഞാൻ ഭീതനാണ്. എന്തിന്? ഈ പ്രപഞ്ചം കണ്ടിട്ട്, ഈ ലോകം കണ്ടിട്ട് ഞാനിങ്ങനെ പേടിക്കുകയാണ്, എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആചാര്യസ്വാമികൾ പറഞ്ഞ വാക്കെന്താ അറിയോ? എത്രയോ യതിവര്യന്മാർ, എത്രയോ പൂർവികന്മാർ നടന്നു പോയതാ രാജപാത മുന്നിലുണ്ട്. നീ എന്തിനാ പേടിക്കണത്? തമേവ മാർഗം തവ നിർദ്ദിശാമി, ഞാൻ പുതിയൊരു മാർഗം കാണിച്ചു തരാന്നല്ല പറഞ്ഞത്. എത്രയോ യതിവര്യന്മാർ നടന്നു പോയിട്ടുള്ള വഴി, രാജമാർഗം ഇതാ നമ്മളുടെ മുന്നിലുണ്ട്, ഞാൻ അത് കാണിച്ചു തരാം. എനിക്ക് വേണമെങ്കിൽ നടന്നോ, വേണ്ടെങ്കിൽ നടക്കണ്ട, ഒരു ഭയവും വേണ്ട എന്ന് പറയുന്നത്. നമ്മളുടെ പൂർവികന്മാരായിട്ടുള്ള ഋഷികൾ ജീവിക്കാൻ നല്ല പദ്ധതി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ പദ്ധതിയിലൂടെ നമ്മൾ നടന്നു പോവേ വേണ്ടു. ഒരു ടെൻഷനും ഇല്ലാതെ കണ്ട് ജീവിക്കാൻ പറ്റും. ആവശ്യമുള്ളവർ മാത്രം ആവശ്യമുള്ള വിഷയങ്ങളിൽ ഇടപെടുക. നമ്മളുടെ കർമ്മം മുഴുവനും അകർമ്മത്തിനാണെന്ന് പറയുന്നത്. അതിനാണ് ആദ്യം എന്താ പറഞ്ഞത്? നിങ്ങൾ ആദ്യം നിങ്ങൾക്കൊരു ചട്ടക്കൂട് ഉണ്ടാക്കുക. എന്തിനാ ഈ ചട്ടക്കൂട് ഉണ്ടാക്കുന്നത് അറിയോ? അങ്ങനെ ചട്ടക്കൂട് ഉണ്ടാക്കി, ഇപ്പോൾ ഈ ബ്രാഹ്മണരൊക്കെ പറഞ്ഞില്ലേ, ഈ ചട്ടക്കൂട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ബ്രാഹ്മണരായാലും നിത്യകർമ്മമൊക്കെ ചെയ്യുമല്ലോ. ഇവർ സന്യസിച്ചു എന്ന് കൂട്ടുക. സന്യസിച്ചു കഴിഞ്ഞാൽ ഈ നിത്യകർമ്മം ചെയ്യണോ വേണ്ടിയോ? വേദം ജപിക്കാനുണ്ടാവും, ഈശ്വര പൂജയുണ്ടാവും. സന്യസിച്ചു കഴിഞ്ഞാൽ ഈ നിത്യപൂജ, നിത്യകർമ്മം ചെയ്യണോ വേണ്ടിയോ? ഒരുപാടാണ് ധരിച്ചത് എന്താ അറിയോ? നിത്യകർമ്മം മുടക്കാൻ പാടില്ല. സന്യാസി ആയാലും ചെയ്യണം, ആരായാലും ചെയ്യണം എന്നാണ് ധരിച്ചിട്ടുള്ളത്. പമ്പര വിഡ്ഢിത്ത. ബ്രാഹ്മണനാണെങ്കിൽ പോലും, ഗായത്രി ഉപദേശം കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും സകല ചിഹ്നങ്ങളും പൂണൂര് പൊട്ടിച്ച് കളയണം. മാത്രമല്ല, ഈ സന്യാസത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം എന്താ അറിയോ? സന്യാസി ആയിക്കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ സാധാരണ നമ്മളുടെ ജീവിതത്തിൽ അച്ഛൻ അമ്മയൊക്കെ മരിച്ചാൽ പിണ്ണം വെക്കൂലേ? അപ്പോൾ അവർ മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ പിണ്ണം വെക്കുക. ഈ സന്യാസി ആവാൻ പോകുന്നവൻ ആര് മരിച്ചുപോയി എന്നാ പറയേണ്ടത് അറിയോ? ഞാൻ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ എനിക്ക് പിണ്ണം വെക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ഞാൻ മരിച്ചു, ഇനി ഞാനില്ല ഇവിടെ. മരിച്ചു എന്ന് പറഞ്ഞിട്ട് പിണ്ണം വെച്ച് കഴിഞ്ഞാൽ മാത്രമേ സന്യാസം സ്വീകരിക്കാൻ പറ്റുള്ളൂ. ആത്മപിണ്ഡം വെക്കുക എന്നാ പറയുക. ഈ ആത്മപിണ്ഡം വെച്ച് കഴിഞ്ഞവന് പിന്നെ എന്ത് നിത്യോപാസന?
ശങ്കരാചാര്യർ പറയണം ശ്ലോകം എന്താ അറിയോ? സന്യാസിയുടെ ലക്ഷണം എങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ യസ്ത്വാത്മരതിരേവ സ്യാദാത്മതൃപ്തശ്ച മാനവ ആത്മന്യേവ ച സന്തുഷ്ട തസ്യ കാര്യം ന വിദ്യതേ. അയാൾക്ക് ഒരു കാര്യവുമില്ല. നൈവ തസ്യ കൃതേനാർത്ഥോ മാകൃതേനേഹ കശ്ചന. അയാൾക്ക് ഈ ലോകത്തുനിന്ന് ഒന്നും നേടാണ്ട് ഒരു സന്യാസം സ്വീകരിച്ച വ്യക്തിയെ സംബന്ധിച്ച് തൻ്റെ ഉള്ളിലുള്ള ആ ദിവ്യമായ ചൈതന്യത്തിനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, അതിലൊരാനന്ദം. അല്ലെങ്കിലോ വിഷ്ണു സൂക്തത്തിലൊരു ശ്ലോകമുണ്ട്, ഒരു മന്ത്രമുണ്ട്. എന്താ അറിയോ? ഈ ഋഷികളുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സന്യാസികളുടെ ദൃഷ്ടിയെക്കുറിച്ച് പറയുകയാണ്. എന്താ പറയണമെന്നറിയോ? വിഷ്ണോഹോ പരമം പദം സദാ പശ്യന്തി സൂരയാം ദിവീവ ചക്ഷുരാതതം തത് വിഷ്ണോഹോ പരമം പദം. ഏതോ ഈ പ്രപഞ്ചം മുഴുവൻ, വിഷ്ണു എന്ന് പറഞ്ഞാൽ ശംഖചക്രഗദാധാരിയായ വിഷ്ണു എന്നല്ല, ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആ ദിവ്യമായ തേജസ്സിൻ്റെ പാതാരവിന്ദങ്ങൾ, ആ പദം ഇങ്ങനെ കാണുകയാണോ തോന്നും. എങ്ങനെയാണ്? ദിവീവ ചക്ഷുരാതതം. നോക്കുമ്പോൾ എവിടത്തേക്കോ ശൂന്യതയിലേക്ക് എവിടേക്കോ ഇങ്ങനെ നോക്കിയിരിക്കുക. കണ്ണടക്കോ? കണ്ണടക്കില്ല. പലരും ധരിക്കുന്ന എന്താ പറയുക, ധ്യാനം എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കുക. കണ്ണടച്ചിരുന്നാൽ നിങ്ങൾ ഉറങ്ങിപ്പോവും. കണ്ണടയ്ക്കുന്നതല്ല ധ്യാനം. ഒരു ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലക്ഷണം എന്താ അറിയോ? ഇമ വെട്ടാതെ കണ്ണ് തുറന്നു വെച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഏതോ ഒരു അത്ഭുതം കണ്ടാൽ നമ്മൾ ഇങ്ങനെ സ്തബ്ധമായിട്ട് നിൽക്കില്ലേ, അതേപോലെ അങ്ങനെ നിൽക്കും. മണിക്കൂറുകളോളം അങ്ങനെ നിൽക്കും. അതാണ് ഒരു ധ്യാനത്തിൻ്റെ ലക്ഷണം. അല്ലാതെ കണ്ട് കണ്ണടച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഉറങ്ങിപ്പോവും, അല്ലെങ്കിൽ നിങ്ങളൊരു വേൾഡ് ടൂർ നടത്തുന്നുണ്ടാവും. നിങ്ങളുടെ മനസ്സ് ചിലപ്പോൾ അമേരിക്കയിൽ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഗൾഫിൽ പോയിട്ടുണ്ടാവും, അവിടുത്തെ വലിയ വലിയ ചിത്രങ്ങൾ കാണുന്നുണ്ടാവും. ഒരിക്കൽ രമണ മഹർഷിയോട് ഒരു ശിവരാമെന്നോ പേരുള്ള ഒരു മലയാളി അരുണാചലത്തിൽ പോയി കഴിഞ്ഞപ്പോൾ ധ്യാനിക്കാൻ സ്ഥലം പറഞ്ഞു. അപ്പോൾ മഹർഷി പറഞ്ഞു, മലയുടെ മുകളിൽ, സ്കന്ധാശ്രമത്തിലായിട്ട് താമസിക്കുന്ന സമയത്താണ്, മലയുടെ മുകളിൽ താമസിക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന് ധ്യാനിച്ചോളാൻ പറഞ്ഞു. ധ്യാനിച്ച് കഴിഞ്ഞിട്ട് അയാൾ ആശ്രമത്തിലുള്ള എല്ലാവരോടും പറയുകയാണ്, ഞാൻ ധ്യാനിച്ചു, ഞാൻ ഈശ്വരനെ കണ്ടു, ഞാൻ അവിടെ കണ്ടു, ഞാൻ സ്വർഗത്തിൽ പോയി, ഞാൻ വൈകുണ്ഠത്തിൽ പോയി. ഇങ്ങനെ കേട്ടവർക്കെല്ലാം വലിയ അത്ഭുതം. കാരണം എനിക്ക് അമ്പോ, ഇയാൾ ധ്യാനിക്കുമ്പോൾ സ്വർഗത്തിലും വൈകുണ്ഠത്തിലൊക്കെ പോയി വിഷ്ണുവിനെ കണ്ടു, അത് കണ്ടു. എന്നിട്ട് മഹർഷീൻ്റെ അടുക്ക വന്ന് പറഞ്ഞു, മഹർഷി ഇതാണോ ധ്യാനം? നിങ്ങൾ സ്വർഗത്തിൽ പോയി നരകത്തിൽ പോയി എന്നുള്ളതാണോ ധ്യാനം? ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മഹർഷി അവിടെ പറയുന്ന ഒരു ഇതുണ്ട്, അത് അവിടെയല്ല വരുന്നത്. എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനെ ധ്യാനിക്കണം ചോദിച്ചപ്പോൾ മഹർഷിയോട് ഒരാൾ പറഞ്ഞു, എന്തെങ്കിലും എഴുതി തരാൻ പറഞ്ഞു. അപ്പം പറഞ്ഞു, എന്തെങ്കിലും ഒന്ന് എഴുതി തന്നെ, എന്തെങ്കിലും അങ്ങക്ക് അറിയുന്ന എന്തെങ്കിലും ഒന്ന് എഴുതിയാൽ മതി, ഒരക്ഷരം പോയി തന്നെ. വീണ്ടും നിർബന്ധിച്ചപ്പോൾ മഹർഷി പറഞ്ഞെന്താ അറിയോ? ഏകമക്ഷരം ഹൃതി നിരന്തരം ഭാസതേ സ്വയം ലിഖ്യതേ കഥം. ഏകമക്ഷരം ഹൃതി നിരന്തരം. ഹൃദയത്തിലൊരക്ഷരം സദാ ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എങ്ങനെയാ അത് എഴുതുക? എനിക്ക് എഴുതാനാവുന്നില്ല. അത് നോക്കൂ, ആ ബോധമാണ് ഹൃദയത്തിൽ ജ്വലിക്കുന്നത്. ഓം എന്ന് പറയുന്ന ഒരു അക്ഷരം. ആ അക്ഷരമാണെന്നുള്ളൊരു തെളിവ് എന്താണെന്നറിയോ? അത് ഹാർട്ടിലാണെന്നുള്ളൊരു തെളിവ്. നോക്കൂ, നമ്മൾ ചിലതൊക്കെ നമ്മൾ അറിയാതെ കണ്ട് നമ്മൾ അറിയും, എന്നാൽ അറിയാതെ കണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ധ്യാനിക്കുക എന്ന് പറയുമ്പോൾ എളുപ്പത്തിൽ നിങ്ങൾ ഒരു മണിക്കൂറും വേണ്ട, നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ആ ബെഡിലിരിക്കുക. എന്നിട്ട് നിങ്ങളുടെ ശ്വാസം എടുക്കുന്നതും വിടുന്നതും ഒന്ന് ശ്രദ്ധിക്കുക. ശ്വാസം എടുക്കുക, വിടുക. അത് വളരെ സാവധാനത്തിൽ മതി, അങ്ങനെ ആക്കണ്ട. വളരെ സാവധാനത്തിൽ ശ്വാസം എടുക്കുക, വളരെ സാവധാനത്തിൽ ശ്വാസം വിടുക. അത് മാത്രമേ ശ്രദ്ധിക്കാവൂ.
ശ്രദ്ധ പോയി എന്ന് വിചാരിക്കുക, നിങ്ങളവിടെ നിർത്തിയേ, കിടന്നുറങ്ങിക്കോ. ആദ്യത്തെ ദിവസം ഒരെണ്ണം എടുക്കുമ്പോഴേക്കും നിങ്ങളുടെ ശ്രദ്ധ വേറെ എവിടെയോ പോയി. സ്വർഗത്തിലോ വൈകുണ്ഠത്തിലോ നരകത്തിലോ എവിടെയോ പോയിക്കോട്ടെ, എവിടെ പോയാലും അവിടെ നിർത്തിയേക്കുക. പിന്നെ നിങ്ങളൊന്നും ആലോചിക്കണ്ട, കിടന്നുറങ്ങി. പിറ്റത്തെ ദിവസം വീണ്ടും അതന്നെ ചെയ്യുക. 2 തവണ എടുക്കാൻ പറ്റി വിചാരിക്കുക, മതി, അവിടെ നിർത്തി. ഇങ്ങനെ നിങ്ങൾക്കൊരു വർഷം കൊണ്ട് ഒരു 10, 15, 20 തവണ ശ്വാസം എടുത്തിട്ട് വിടാൻ പറ്റുന്നത് മറ്റൊരു ശ്രദ്ധയുമില്ലാതെ കണ്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ നാളെ മുതൽ പരിശീലിച്ചോളൂ. ഏറ്റവും നല്ലതാണ്. കാരണം നല്ലതാണെന്ന് പറയാൻ കാരണം എന്താ അറിയോ, ഈ ധ്യാനത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ, ഏകാഗ്രത കിട്ടും. നിങ്ങളുടെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ ഏറ്റവും നല്ല ഒരു പ്രക്രിയയാണ് ഈ പറഞ്ഞത്. വേറെ ഒരു ശല്യവും ഇല്ല, വേറെ ഒരു ഇതുമില്ല. കിടക്കാൻ പോകുന്നതിന് മുമ്പ് മറ്റുള്ളവർ ഒരു ധ്യാനം എന്തോ ഒരു മന്ത്രം ജപിക്കോ എന്തോ ആണെന്നൊക്കെ ധരിക്കുള്ളൂ. അവിടെ ഇരിക്കുക, ശാന്തമായിട്ട്, ഒരു അലട്ടുമില്ലാതെ കണ്ട് നല്ല ശാന്തമാണെങ്കിൽ ശ്വാസോച്ഛ്വാസത്തെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾക്ക് മറ്റൊരു ശ്രദ്ധയുമില്ലാതെ കണ്ട് ഒരു 17, 20, 25 തവണ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ ഒരു വർഷം കഴിയുമ്പോഴേക്കും നിങ്ങൾക്കതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലാവും. ഈ ചലനത്തിൻ്റെ തരംഗം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആ തരംഗം എന്താ പറയണതെന്നറിയോ, നമുക്ക് ശ്വാസം എടുക്കുമ്പോൾ സോഹം എന്നാണത്രേ. ആ ശബ്ദത്തിൻ്റെ തരംഗം അങ്ങനെയാണ് ഉണ്ടാവുക അത്രേ. സോഹം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഏകമക്ഷരം ഹൃദി നിരന്തരം. ഹൃദയത്തിൽ എവിടെയോ ഒന്നിങ്ങനെ ജ്വലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന വസ്തു അത് ഞാനാണ്. സഹ അഹം. സോഹം എന്നുള്ളതിൻ്റെ വിഗ്രഹമാണ് സഹ അഹം. സഹ എന്നുള്ളതിന് സ എന്ന് എഴുതുമ്പോൾ അത് കൂട്ടി എഴുതുമ്പോൾ അഹം എന്നുള്ളത് അകാരം ആദേശം വരുമ്പോൾ അത് സോ എന്നായി മാറും. എന്നിട്ട് അവിടെ ഹം എന്ന് വരും. സോഹം. അത് ഞാനാണ്, അത് ഞാനാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് ഈശ്വര സർവഭൂതേഷു ഹൃദ്ദേശി അർജുന തിഷ്ഠതി. ഹൃദയത്തിൽ തന്നെയാണോ? ചിലർക്ക് സംശയം ബ്രെയിനിലാണോ എന്നാണ്. ബ്രെയിനിലല്ല, ഹൃദയത്തിലാണ്. എന്താ കാരണം എന്നറിയോ, നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ കൈ എങ്ങോട്ടാണ് പോവുക? എൻ്റെ സ്വന്തം ആളാട്ടോ. ചിലപ്പോൾ പറയാം, ഞാനാ പറയണത്. ദേഷ്യം വരുമ്പോൾ എന്നെ അറിയോ നിങ്ങൾക്ക്? ഇതൊക്കെ വരുമ്പോൾ അറിയാണ്ട് നിങ്ങളുടെ കൈ എപ്പോഴെങ്കിലും കാലിലടിക്കുമോ, തലയ്ക്ക് തൊടുവോ? ഇല്ലല്ലോ. ഇത് ഞാനാണ്. ഏത്? ആ സ്വരാട്ട്. നമ്മൾ അറിയാതെ കണ്ട് നമ്മളുടെ ശരീരം പ്രവർത്തിക്കുന്നു. നോക്കൂ, ആ ശക്തി നമുക്ക് ഉള്ളിൽ, എല്ലാവരുടെ ഉള്ളിലുമുണ്ട്. അതിനെക്കുറിച്ചൊരു ബോധം വരുമ്പോൾ എന്താണെന്നറിയോ, അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലും കുറേശ്ശെ ആ ബോധം ഉണ്ടാവും. അതുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഒരു ചിട്ട നിങ്ങൾ വയ്ക്കൂ എന്ന് പറയുന്നത്. ഈ ചിട്ട പോലും വിടണം എന്ന് പറയാൻ കാരണം ചിട്ടയല്ല ശരി, ആ ബോധമാണ് ശരി. ഇതിനൊരു ഉദാഹരണം പറയും. എന്താ പറയുകയെന്നറിയോ, ഒരു വിറക് വെട്ടിയിട്ട് ജീവിക്കുന്ന ഒരാൾ കാട്ടിൽ പോയിട്ട് കുറേ വിറക് കൊണ്ടുവന്നു. അപ്പം വിറക് നല്ല ടൈറ്റായിട്ട് കാട്ടിൽ നിന്ന് കെട്ടിയിട്ട് വീട്ടിൽ കൊണ്ടുവന്നു. ഇയാൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഈ വിറക് അഴിക്കാനേ കിട്ടുന്നില്ല. കെട്ടത്രയും ടൈറ്റായിപ്പോയി. ഈ വിറകിൻ്റെ കെട്ട് അഴിക്കാൻ പറ്റാണ്ട് ഇയാൾ കുറേ സമയം ശ്രമിച്ചപ്പോൾ അതിലൂടെ പോകുന്ന ഒരാൾ പറഞ്ഞു, എന്താ വിഷയം ചോദിച്ചു. പറഞ്ഞു, ഈ കെട്ട് അഴിക്കാൻ പറ്റുന്നില്ല, ഞാൻ വിറക് കാട്ടിൽ പോയി കൊണ്ടുവന്നതാണ്, അപ്പം ഇത് അഴിച്ചിട്ട് വേണം എനിക്ക് ഉപയോഗിക്കാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, വേറൊരു കയറ് കൊണ്ടുവരാൻ പറഞ്ഞു. വേറൊരു കയറ് കൊണ്ടുവന്നിട്ട് ഈ കെട്ട് കെട്ടിയിട്ടുണ്ടല്ലോ അതിൻ്റെ അടുത്ത് തന്നെ ഒരു 2 ചുറ്റി ഒറ്റ വിരിച്ചു. അപ്പുറത്ത് ഇപ്പുറത്ത് പിടിച്ചോളാൻ പറഞ്ഞു. വലിച്ചപ്പോൾ എന്തായി? മറ്റേ കെട്ട് ലൂസായി. ഇപ്പം അയച്ചോളാൻ പറഞ്ഞു.
എന്നിട്ടോ അഴിച്ചു കഴിയൽ ഈ കെട്ടുകെട്ടം വിട്ടേം കഴിഞ്ഞോ. ഇതാ നമ്മുടെ കർമ്മം. നമ്മൾ ചെയ്യുന്നത് എന്താണ്? ആകെ കൂടെ വാടിൽ പെട്ട് ഇങ്ങനെ ഉഴലുക. അപ്പോൾ ഋഷികൾ എന്താ പറഞ്ഞറിയോ? ഒരു വൈദിക കർമ്മം ഉപയോഗിച്ചു. നിങ്ങൾ ഇന്നിന്ന കർമ്മങ്ങൾ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പം ഈ ലൗകികമായ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് ടെൻഷനായി, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് വല്ലാണ്ട് ടെൻഷൻ അടിച്ചോ പറഞ്ഞു. അതൊന്നും ചെയ്യണ്ട കേട്ടോ. നിങ്ങളിന്ന് ഈ ചില ആൾക്കാർ പറയും, ഈ രവിശങ്കറിൻ്റെയൊക്കെ ഇതില്ലേ, കോഴ്സൊക്കെ ഇല്ലേ, നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ അറിയില്ല, ഈ സുദർശന ക്രിയ എന്നുള്ള പറഞ്ഞിട്ടുള്ള കോഴ്സ്, ഇതെല്ലാം കഴിയുമ്പോഴേക്കും അവർ പറയുന്നതെന്ന് അറിയോ, ഓ എന്ത് സുഖാരിയ തിരുമേനി, നാളെ മുതൽ പോകണം കേട്ടോ. ഞാൻ പറഞ്ഞു എന്തിനു പോകണം? നോക്കൂ, നിങ്ങൾ ഈ സുഖം എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് ടെൻഷൻ അടിക്കുക. ഈ ടെൻഷൻ അടിച്ചപ്പോൾ ഈ രവിശങ്കറിനെ കുറ്റമല്ല പറയണം കേട്ടോ, രവിശങ്കറിനെ പോലുള്ള ആചാര്യന്മാർ പറയണത് നിങ്ങൾ 10 മിനിറ്റ് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പഠിക്കും. സ്വസ്ഥമായിട്ട് നിങ്ങൾ ഇരിക്കുമ്പം തന്നെ നിങ്ങളുടെ പകുതി ടെൻഷൻ അങ്ങ് പോകും. ഈ പകുതി ടെൻഷൻ പോകുമ്പോഴേക്കാണ് നിങ്ങൾക്ക് എന്തോ കിട്ടിയതുപോലൊരു സുഖം ഇല്ലേ? അതും കളയാൻ പഠിക്കണം. എന്നാലേ മാത്രമേ ആത്യന്തികമായിട്ടുള്ള ശാന്തി നമുക്ക് ലഭിക്കുള്ളൂ. പക്ഷേ പ്രവർത്തിക്കുന്നവർക്ക് ഇതല്ലാട്ടോ മാർഗം. ഞാൻ പറയുന്നത് നമ്മളുടെ നിത്യജീവിതത്തിൽ നമുക്ക് അല്പമെങ്കിലും, ലോകത്തിൽ നോക്കൂ, പണമല്ല പ്രധാനം, പ്രവൃത്തിയല്ല പ്രധാനം, അധികാരമല്ല പ്രധാനം, സുഖമായി കിടന്നുറങ്ങല പ്രധാനം. എല്ലാവരും പണമുള്ളവരെ, നമ്മളിപ്പോൾ ഒരു അമ്പലം കിട്ടി, അമ്പലം പണം ഉണ്ടാക്കാനാണോ? അമ്പലം പണം ഉണ്ടാക്കാനുള്ളതല്ല. അമ്പലം എന്തിനുള്ളതാണ്? ശാന്തി കിട്ടണം. നമ്മളുടെ മനസ്സിൽ നമുക്ക് എന്ത് പദവി ഉണ്ടെങ്കിലും, എന്ത് ധനം ഉണ്ടെങ്കിലും, ധനമില്ലെങ്കിലും സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടെങ്കിലുണ്ടല്ലോ, ജീവിതത്തിൽ ഇതിൽ പരം സുഖം വേറെ ഒന്നുമില്ല. ആ സ്വസ്ഥത നമ്മളായിട്ട്, അതായത് വേറൊരാൾ വിചാരിച്ചാൽ നമുക്ക് തരാനും പറ്റില്ല. ആദ്യം ചിന്തിക്കേണ്ടതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഭൂതം ഭാവിക ദുഷ്കൃതം പ്രതഹത സംവിന്മയേ പാവക. ആ വരിയുടെ അർത്ഥമാണ് ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത്. പ്രതഹത സംവിന്മയേ പാവകേ. പാവക എന്ന് പറഞ്ഞാൽ അഗ്നിയാണ്. സംവിന്മയേ പാവക എന്ന് പറഞ്ഞാലോ, നമ്മളുടെയൊക്കെ ഉള്ളിലൊരു അഗ്നിയുണ്ട്. ആ അഗ്നിയുടെ പേരാണ് ജ്ഞാനാഗ്നി. ഈ ജ്ഞാനാഗ്നി കൊണ്ട് എന്ത് ചെയ്യണം? പ്രദഹത, പ്രകർഷേണ, ദഹിപ്പിച്ച് കളയണം. എന്തിനാ കളയേണ്ടത്? ഭൂതം ഭാവി ച ദുഷ്കൃതം. ഭൂതം ഭാവി എന്ന് പറഞ്ഞാൽ ആഗാമി സഞ്ചിതം. എന്താണ് ഈ ആഗാമി? 8:30 എന്താണ് ഈ ആഗാമി? എന്താണ് സഞ്ചിതം? ഈ 40, 50, 60, 70, 80 വയസ്സ് വരെ നമ്മൾ ജീവിച്ചുവല്ലോ. ഇത്രയും കാലം ജീവിച്ചപ്പോൾ നിങ്ങളുടെ അനുഭവം എന്ന് പറയുന്നത് എന്താണ്? കാണുന്നതും കേൾക്കുന്നതും ചിന്തിച്ചതും അതുപോലെ തന്നെ കഴിച്ചതും തൊട്ടതും, അല്ലെ, ഇന്ദ്രിയവേദ്യമായിട്ടുള്ളതിനെയല്ലേ നിങ്ങൾ അനുഭവം എന്ന് പറയുന്നത്. നോക്കൂ, ഇന്ദ്രിയവേദ്യമായത് സകലതും സ്റ്റോർ ചെയ്യപ്പെടും. നമ്മളുടെ ഉള്ളിൽ എന്തും ഇന്ദ്രിയവേദ്യമായത് മുഴുവനും മനസ്സിൻ്റെ സ്റ്റോറേജ് പ്ലേസിന് പറയുന്ന പേരാണ് ചിത്തം, അല്ലേ? ഈ ചിത്തത്തിൽ ആരാണ് എഴുതി വയ്ക്കാറോ? ചിത്രഗുപ്തനാണ് എഴുതി വയ്ക്കുന്നത്. എന്താ ഈ ചിത്രഗുപ്തൻ എന്ന് പറഞ്ഞ പേര്? നമ്മൾ പലപ്പോഴും കഥകളിയൊക്കെ നിങ്ങൾ പഠിക്കുക. നമുക്ക് ചിത്രഗുപ്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രീകരിക്കുക, ഗുപ്തൻ എന്ന് പറഞ്ഞാലോ കാണാത്തത്, അല്ലേ? ഏറ്റവും കാണാത്ത വിധത്തിൽ ചിത്രീകരിക്കുവാൻ സാധിക്കുന്നവൻ എന്നാണ്. നമ്മളുടെ ഈ ജീവിതത്തിൽ 100 വയസ്സ് വരെ നമ്മൾ ജീവിച്ചാൽ പോലും നമ്മൾ ആദ്യം മുതൽ ചിന്തിച്ചതും ചെയ്തതും പ്രവർത്തിച്ചതും സകലതും എഴുതി വയ്ക്കും. ആ എഴുതി വെക്കുന്ന സ്ഥലത്തിനാണ് ചിത്തം എന്ന പേര്. നോക്കൂ, പ്രകൃതി ആരോ നിയന്ത്രിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകളൊക്കെ ഇതിലുണ്ട്. ആ ചിത്തത്തിൽ ചിത്രീകരിക്കുന്നതിനെയാണ് ചിത്രഗുപ്തൻ. എന്ത് ചെയ്യും? നമ്മളെന്താ പറയുക? മരിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ പോകുമ്പോൾ യമധർമ്മരാജാവിന് ഇയാൾ ഇന്ന പാപം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആരാ? ചിത്രഗുപ്തനാണല്ലേ.
മാർക്കണ്ഡേയനോട് ഒരിക്കൽ പറഞ്ഞു, മാർക്കണ്ഡേയനെ ശൂലത്തിൽ കയറ്റി. അപ്പം ശൂലത്തിൽ കയറ്റിയപ്പോൾ മാർക്കണ്ഡേയനോട് പിന്നെ ചോദിച്ചു, ഞാൻ എന്ത് പാപാ ചെയ്തത്? ഈ ശൂലത്തിൻ്റെ മുകളിൽ കിടക്കാൻ മാത്രം എന്ത് പാപാ ഞാൻ ചെയ്തത്? എനിക്ക് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഓർമ്മയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ചിത്രഗുപ്തൻ പറഞ്ഞു, ചെറുപ്പത്തിൽ പൂമ്പാറ്റേനെ പിടിച്ച് വേദനിപ്പിച്ചു. നരിച്ചുകൊണ്ട് ചെറുപ്പത്തിൽ കളിക്കുമ്പം പൂമ്പാറ്റയെ പിടിച്ച് വേദനിപ്പിച്ചു. അപ്പോൾ മാർക്കണ്ഡേയൻ ശപിച്ചു അത്രേ. 12 വയസ്സ് വരെ അറിയാത്ത കാലഘട്ടത്തിൽ ചെയ്തതൊന്നും തന്നെ ഇനി ആർക്കും ബാധിക്കാതിരിക്കട്ടെ. അതാണ് ചെറിയ കുട്ടികളാകുമ്പം ബോധത്തോടു കൂടി അല്ലല്ലോ ചെയ്യുന്നത്, ഒരു ഇത് ചെയ്യുന്നത്. അപ്പം പറഞ്ഞു വന്നത്, എത്ര ചെറുതാവുമ്പോഴായാലും ചെയ്ത കാര്യങ്ങൾ മുഴുവനും എഴുതി വെക്കുന്ന ആളാണ് ചിത്രഗുപ്തൻ.